അമ്പിളി ദേവി സിനിമ സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യമായ താരമാണ് അമ്പിളി ദേവി. താരം ആദ്യം വിവാഹം ചെയ്തത് നോവലിനെയാണ്. ഇരുവരും വേർപിരിഞ്ഞതിനു ശേഷം സിനിമ സീരിയൽ താരം ആദിത്യൻ ജയനെ രണ്ടാമത് വിവാഹം ചെയ്തു. എന്നാൽ ആ ബന്ധവും വേർപിരിയുകയായിരുന്നു. യമുന റാണി ചന്ദനമഴ എന്ന സീരിയലിൽ മധുമതി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് യമുന റാണി. ഡയറക്ടർ എസ്.പി. മഹേഷിനെയായിരുന്നു താരം ആദ്യം വിവാഹം കഴിച്ചത്. പിന്നീട് വിവാഹബന്ധം വേർപിരിഞ്ഞതിനു ശേഷം ദേവൻ അയ്യങ്കേരിയെ വിവാഹം ചെയ്തു. മീര വാസുദേവ് കുടുംബവിളക്കിലെ സുമിത്ര എന്നാണ് പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ താരം അറിയപ്പെടുന്നത്. 2005-ലായിരുന്നു വിശാൽ അഗർവാളുമായിട്ടുള്ള താരത്തിന്റെ വിവാഹം. പക്ഷേ ഈ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം ജോൺ കോക്കനെ വിവാഹം കഴിക്കുകയായിരുന്നു. പിന്നീട് ബന്ധം വേർപിരിയുകയും 2024-ൽ ക്യാമറമാൻ വിപിനെ മൂന്നാമത് വിവാഹം കഴിച്ചു. രേഖ രതീഷ് പരസ്പരം എന്ന സീരിയലിൽ പടിപ്പുര വീട്ടിൽ പത്മാവതിയായി പ്രേക്ഷകപ്രീതി നേടിയ താരമാണ് രേഖ രതീഷ്. 2000-ലായിരുന്നു താരം യൂസഫിനെ വിവാഹം ചെയ്തത്. ഈ ബന്ധം വേർപിരിഞ്ഞതിനു ശേഷം 2004-ൽ നിർമ്മൽ പ്രകാശിനെ വിവാഹം കഴിച്ചു. ആ ബന്ധവും വേർപിരിയുകയായിരുന്നു. പിന്നീട് 2010-ൽ കമൽ റോയിയുമായി വിവാഹം നടന്നു. അതും വേർപിരിഞ്ഞതോടെ 2011-ൽ അഭിലാഷിനെ നാലാമത് വിവാഹം കഴിച്ചു. രശ്മി സോമൻ നടിയും നർത്തകിയുമായ താരം 2001-ലായിരുന്നു എം.എ. നസീറിനെ വിവാഹം കഴിച്ചത്. ഒരു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം 2012-ൽ വേർപിരിഞ്ഞ താരം 2015-ൽ ഗോപിനാഥിനെ വിവാഹം ചെയ്തു. ശ്രീലയ സിനിമാ താരം ശ്രുതി ലക്ഷ്മിയുടെ സഹോദരിയാണ് ശ്രീലയ. ചില സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച താരം ആദ്യം നിവിൻ ചാക്കോയെ വിവാഹം കഴിക്കുകയും പിന്നീട് വിവാഹബന്ധം വേർപിരിഞ്ഞതിനു ശേഷം 2021-ൽ റോബിൻ ചെറിയാനെ വിവാഹം ചെയ്തു. സീനത്ത് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചുകൊണ്ട് അഭിനയലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് സീനത്ത്. 1981-ൽ കെ.ടി. മുഹമ്മദിനെ വിവാഹം കഴിച്ച താരം 1993-ൽ ബന്ധം വേർപിരിഞ്ഞതിനു ശേഷം അരുൺ കുമാറിനെ വിവാഹം കഴിച്ചു. സ്നേഹ ശ്രീകുമാർ മറിമായം എന്ന ടെലിവിഷൻ കോമഡി സ്കിറ്റിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് സ്നേഹ ശ്രീകുമാർ. ആദ്യം ദിൽജിത്ത് ദാസിനെ വിവാഹം കഴിക്കുകയും പിന്നീട് ബന്ധം വേർപിരിഞ്ഞതിനു ശേഷം നടൻ എസ്.പി. ശ്രീകുമാറിനെ വിവാഹം ചെയ്തു.